നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്ക് ലിമിറ്റ്സ് ഇൻവോൾവിംഗ് റാഡിക്കൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി റൂട്ടിനകത്ത് എക്സ് സ്ക്വയർഡ് പ്ലസ് 6 ആണ് ന്യൂമറേറ്ററി വന്നിരിക്കുന്നത്. ഡിനോമിനേറ്ററി വന്നിരിക്കുന്നത് 3xa - 6 ആണ്. ഓക്കെ, അപ്പം എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി വരുമ്പോൾ നമ്മൾ പുറത്തെടുക്കേണ്ട നമ്മൾ ഒരു എക്സിനെ പുറത്തെടുക്കുമല്ലോ, മോഡ് എക്സിനെ വേണം നമ്മൾ റീപ്ലേസ് ചെയ്ത് പുറത്തെടുക്കാനായിട്ട്. ഓക്കെ, ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും നമ്മൾ ഒരു മോഡ് എക്സിനെ പുറത്തെടുക്കണം. അവിടെ എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് മോഡ് എക്സിനെ നമ്മൾ എക്സ് എന്ന് റീപ്ലേസ് ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ പഠിച്ചു വെച്ചണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി. നോക്കിയേ, ന്യൂമറേറ്ററിൽ റൂട്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് 2 അല്ലേ, ആ റൂട്ടിനകത്ത് കിടക്കുന്ന എക്സ് സ്ക്വയർഡ് പ്ലസ് 2 ഹയസ്റ്റ് പവർ എക്സ് സ്ക്വയർഡ് ആണ്. ആ എക്സ് സ്ക്വയർഡിനെ നമ്മൾ റൂട്ടിനകത്ത് തന്നെ പുറത്തെടുക്കുന്നു. ആ എക്സ് സ്ക്വയർഡിനെ പുറത്തെടുക്കുമ്പോൾ ഈ റൂട്ടിനകത്ത് കിടക്കുന്ന രണ്ട് ടേമിനെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എക്സ് സ്ക്വയർഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? എക്സ് സ്ക്വയർഡ് ബൈ എക്സ് സ്ക്വയർഡും വരും, 2/x സ്ക്വയർഡും വരും. ഏതാണോ പുറത്തെടുക്കുന്നത് ആ പുറത്തെടുക്കുന്ന ടേം കൊണ്ട് ആ രണ്ട് ടേമിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഡിനോമിനേറ്റർ കിടക്കുന്ന 3xa - 6 അല്ലേ, ഏതാ പുറത്തെടുക്കുന്നത്? എക്സ് ആണ് പുറത്തെടുക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, ഞാൻ പറഞ്ഞു എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആകുമ്പോൾ പുറത്തെടുക്കുന്ന എക്സിനെ നമ്മൾ മോഡ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ മോഡ് എക്സ് ഇൻറ്റു 3xനെ, അപ്പോൾ ആ പുറത്തെടുക്കുന്ന എക്സ് കൊണ്ട് നമ്മൾ എന്തിനാ രണ്ട് ടേമിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3xa ബൈ മോഡ് എക്സും വരും -6a ബൈ മോഡ് എക്സും വരും. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി. ഈ റൂട്ടിനകത്ത് കിടക്കുന്ന ഈ എക്സ് സ്ക്വയർഡിലെ റൂട്ടിനകത്ത് കിടക്കുന്ന എക്സ് സ്ക്വയർഡ് നമ്മൾ പുറത്തെടുക്കുമ്പോൾ എന്തായിട്ട് മാറും? റൂട്ടിനകത്ത് കിടക്കുന്ന എക്സ് സ്ക്വയർഡിനെ പുറത്തെടുക്കുമ്പോൾ എക്സ് ആണ് വരുന്നത്. ആ എക്സിനെ നമ്മൾ എന്തെന്ന് കൊടുക്കണം? മോഡ് എക്സ് എന്ന് കൊടുക്കണം. അപ്പോൾ റൂട്ടിനകത്ത് കിടക്കുന്ന എക്സ് സ്ക്വയർഡ് പുറത്തു വന്നാൽ എക്സ് ആണ്, റൂട്ടില്ലാതെ എഴുതും. പക്ഷെ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതണം? എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്, മോഡ് എക്സ് എന്ന് കൊടുത്തു. ഇനി ബ്രാക്കറ്റ് നോക്കിയേ, റൂട്ടിനകത്ത് ഈ എക്സ് സ്ക്വയർഡ് റൂട്ടിന്റെ പുറത്ത് വന്നു, പിന്നെ റൂട്ടിനകത്ത് ഇത്രയും ടേമേ ഉള്ളൂ. ഈ എക്സ് സ്ക്വയർഡും ക്യാൻസൽ ആകുമ്പോൾ എത്ര വരും? 1 വരും. 1 പ്ലസ് എന്ത് വരും? 2/x സ്ക്വയർഡ് വരും. ശരിയാണല്ലോ. അതായത് ഈ എക്സ് സ്ക്വയർഡ് റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ എന്താ വരുന്നത്? ഈ എക്സ് സ്ക്വയർഡ് റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ എക്സ് ആണ്, പക്ഷെ പുറത്ത് എഴുതുമ്പോൾ അതിനെ മൈനസ് മോഡ് എക്സ് എന്ന് എഴുതി. പിന്നെ റൂട്ടിനകത്ത് ഈ എക്സ് സ്ക്വയർഡും ക്യാൻസൽ ആയാൽ 1 ആണ്, 2/x സ്ക്വയർഡ് ഉണ്ട്. താഴെ ഒരു മോഡ് എക്സ് കിടപ്പുണ്ട്. പിന്നെ റൂട്ടിനകത്ത് ബ്രാക്കറ്റിൽ ഡിനോമിനേറ്ററിലെ ബ്രാക്കറ്റിൽ 3xa ബൈ മോഡ് എക്സും ഉണ്ട്, -6a ബൈ മോഡ് എക്സും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഓർത്തെ, മോഡ് എക്സിനെ നമ്മൾ എന്തെന്ന് റീപ്ലേസ് ചെയ്യണം? എക്സ് എന്ന് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി വരും. ഓക്കെ, അപ്പൊ മോഡ് എക്സിനെ നമ്മൾ എക്സ് എന്ന് റീപ്ലേസ് ചെയ്തു. റൂട്ടിനകത്ത് 1 പ്ലസ് 2/x സ്ക്വയർഡ് ഉണ്ട്. ഓക്കെ ആണല്ലോ. താഴെയും മോഡ് എക്സ് കിടക്കുന്നിടത്ത് എക്സ് എന്ന് കൊടുത്തു. അപ്പം ബ്രാക്കറ്റിൽ 3xa ബൈ മോഡ് എക്സിന് പകരം എക്സ് കൊടുത്തു, -6a ബൈ എക്സ് വരും. ഓക്കെ, ഈ എക്സും അങ്ങ് ക്യാൻസൽ ആയിപ്പോ, ഇവിടെ ഈ എക്സും അങ്ങ് ക്യാൻസൽ ആയിപ്പോ. ബാക്കി അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി വരും. റൂട്ടിനകത്ത് 1 പ്ലസ് 2/x സ്ക്വയർഡ് വരും ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററോ എക്സും ക്യാൻസൽ ആയാൽ 3 - 6/x എന്ന് വരും. നമുക്കിവിടെ ലിമിറ്റിനെ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ റൂട്ടിന്റെ അകത്ത് ലിമിറ്റുകളുടെ ഒറ്റ റൂട്ട് ഇടുക. ആദ്യത്തെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്, അവിടെ 1 വരും. ഓക്കെ, പ്ലസ് 2/x സ്ക്വയർഡ് അല്ലെ അടുത്ത ടൈം, അതിനെങ്ങനെ ലിമിറ്റ് കൊടുക്കുന്നത്? അതിന് ലിമിറ്റ് കൊടുക്കുന്നത് 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 1/x സ്ക്വയർഡ് വരും. 2/x സ്ക്വയർഡിന് ലിമിറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x സ്ക്വയർഡ് കൊടുക്കും. ഇനി ഡിനോമിനേറ്ററിന് ലിമിറ്റ് കൊടുത്തേ, ആദ്യത്തെ ടേം 3 അല്ലേ, അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 3 വരും. അടുത്തത് -6/x അല്ലേ, അതിനെങ്ങനെ ലിമിറ്റ് കൊടുക്കുന്നത്? 6 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 1/x വരും. നമ്മൾ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ആദ്യത്തെ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 അല്ലേ, 1 ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റ് 1 തന്നെ വരും. അപ്പൊ റൂട്ടിനകത്ത് 1 വരും. ഓക്കെ, അടുത്ത ടേം എന്താണ്? 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x സ്ക്വയർഡ് അല്ലേ, ഇതിന്റെ ലിമിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 ആണെന്ന് അല്ലെ, സ്റ്റാൻഡേർഡ് റിസൾട്ട് 0 പഠിച്ചിട്ടുണ്ട്. അപ്പൊ 2 ഇൻറ്റു 0 വരും. താഴെ എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 3 അല്ലേ, 3 കോൺസ്റ്റന്റ്, അതിന്റെ ലിമിറ്റ് 3 തന്നെ വരും. പിന്നെ -6 ഇൻറ്റു ഇതിന്റെ ലിമിറ്റ് എത്രയാണെന്ന് പഠിച്ചിട്ടുണ്ട്? 1/x ന്റെ ലിമിറ്റ് 0 ആണെന്ന് പഠിച്ചു. അപ്പൊ 6 ഇൻറ്റു 0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിയേ,
ഇത് 2 ഇൻറ്റു 0 0 അല്ലേ, 0 + 1 1 അല്ലേ, അപ്പം ന്യൂമറേറ്റർ √1 വരും, ഡിനോമിനേറ്റർ 3 - 0 3 വരും, √1 1 ആണ്, അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എത്ര വരും? ആൻസർ 1/3 വരും. ഓക്കെ, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റിനെ സോൾവ് ചെയ്തേക്കുന്ന മെത്തേഡ്. ക്ലിയർ ആണല്ലോ? സ്റ്റെപ്പ് വളരെ ശ്രദ്ധിച്ച് ഈ പറയുന്ന അതേ രീതിയിൽ ഫോളോ ചെയ്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. രണ്ടാമത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞, √(x² + 2) ആണ് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ 3xa - 6 ആണ്. അപ്പൊ ഇവിടെ ഓർക്കുക, എക്സ് ടെൻസ് ടു -∞ ആകുമ്പോൾ നമ്മൾ പുറത്തെടുക്കുന്ന എക്സിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യണം? മോഡ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. ആ മോഡ് എക്സിനെ നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം? -x ആയിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ ന്യൂമറേറ്ററിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞, റൂട്ടിനകത്തല്ലേട്ടെ, അപ്പം റൂട്ടിനകത്ത് കിടക്കുന്ന x² + 2 ഹയസ്റ്റ് പവറായ x² പുറത്തെടുക്കുന്നു. ആ x² കൊണ്ട് ബ്രാക്കറ്റിൽ കിടക്കുന്ന രണ്ട് ടേമിനെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ x²/x² വരും, 2/x² വരും. ഇതെല്ലാം റൂട്ടിനകത്താണ്. ഇനി ഡിനോമിനേറ്റർ കിടക്കുന്ന 3xa - 6 എക്സ് പുറത്തെടുക്കുമ്പോൾ മോഡ് എക്സ് എന്ന് കൊടുക്കാം. ബ്രാക്കറ്റിൽ കിടക്കുന്ന രണ്ട് ടേമിനെ ആ മോഡ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 3xa/mod x വരും, -6a/mod x വരും. ഓക്കെ ആണല്ലോ? ഇനി റൂട്ടിനകത്ത് കിടക്കുന്ന x² ആണ് നമ്മൾ പുറത്തെടുക്കുന്നത്. √(x² പുറത്തെടുത്താൽ എന്താവും? എക്സ് ആവും. ആ എക്സിനെ നമുക്ക് എങ്ങനെ കൊടുക്കണം? മോഡ് എക്സ് എന്ന് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതും? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ വരും. ഈ √(x²) റൂട്ടിന്റെ പുറത്ത് എഴുതുമ്പോൾ മോഡ് എക്സ് എന്ന് എഴുതുക. ഓക്കെ, ബാക്കി റൂട്ടിനകത്ത് ആര് വരും? x²ഉം x²ഉം ക്യാൻസൽ ആയാൽ 1 വരും, 1 + 2/x² വരും ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിൽ മോഡ് എക്സ് കിടപ്പുണ്ട്, മോഡ് എക്സ് ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് വരും? ബ്രാക്കറ്റിൽ 3xa/mod x ഉണ്ട്, -6/mod x ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ ആയതുകൊണ്ട് മോഡ് എക്സിനെ നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യണം? -x എന്ന് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? അടുത്ത സ്റ്റെപ്പ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ ഉണ്ട്, മോഡ് എക്സിനെ നമ്മൾ -x എന്ന് റീപ്ലേസ് ചെയ്തു. റൂട്ടിനകത്ത് ആരുണ്ട്? 1 + 2/x² ഉണ്ട്. ഡിനോമിനേറ്ററിലും മോഡ് എക്സിനെ നമ്മൾ -x എന്ന് റീപ്ലേസ് ചെയ്തു. ബ്രാക്കറ്റിനകത്ത് 3xa/mod x -x കൊടുത്തു, -6a/mod x -x കൊടുത്തു. ഓക്കെ, അപ്പം ഈ -x ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്ത് വരും? ബാക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞, ന്യൂമറേറ്ററിൽ √(1 + 2/x² വരും. ഡിനോമിനേറ്ററിൽ ഈ -x ക്യാൻസൽ ആയില്ലേ, അപ്പം ഈ എക്സും എക്സും വെട്ടിപ്പോയാൽ ബാക്കി -3 വരും അല്ലെ. എക്സും എക്സും ക്യാൻസൽ ആയി ബാക്കി ഈ 3xa/-6 ഈ എക്സും എക്സും ക്യാൻസൽ ആയി 3/-1 എന്നുള്ള ഫോമിലാണ് വരുന്നത്. 3/-1 നമുക്ക് -3 എഴുതാം. രണ്ട് മൈനസ് വരുമ്പോൾ പ്ലസ് ആയിട്ട് +6/x വരും. അടുത്തിട്ട് ഈ രണ്ട് മൈനസ് പ്ലസ് ആവും. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്യാം. ന്യൂമറേറ്ററിൽ ഒറ്റ റൂട്ട് ഇടുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ വരും. എക്സ് ടെൻസ് ടു -∞ 1 വരും ആദ്യത്തേട്ട്. രണ്ടാമത്തെ 2/x² ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ 1/x² വരും. ഇതാണ് ന്യൂമറേറ്ററിന്റെ ലിമിറ്റ്. ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ -3 വരും ആദ്യത്തേട്ട്. 6/x കൊടുക്കുമ്പോഴോ 6 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ 1/x വരും. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ലിമിറ്റ് കൊടുത്തു. ഓക്കെ, ആദ്യത്തേത് എക്സ് ടെൻസ് ടു -∞ 1 അല്ലേ, 1ന്റെ ലിമിറ്റ് 1 വരും. അപ്പോൾ റൂട്ടിനകത്ത് 1 വരും. അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ 1/x² ലിമിറ്റ് 0 ആണ്. അപ്പോൾ 2 ഇൻറ്റു 0 വരും ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ -3, അതിന്റെ ലിമിറ്റ് -3 ആണ്. ഇതെല്ലാം റിസൾട്ട് ആണ്. അടുത്തത് 6 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ 1/x അല്ലേ, അതിന്റെ ലിമിറ്റ് 0 ആവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ നോക്കിയേ 2 ഇൻറ്റു 0 0, 0 + 1 1 ആണ്. ന്യൂമറേറ്റർ √1 വരും. 6 ഇൻറ്റു 0 0, 0 + -3 -3. √1 1 ആണ്. 1/-3 വരും. 1/-3 നമുക്ക് -1/3 എഴുതാം. അപ്പം അതിന്റെ റിസൾട്ട് -1/3 വരും. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഇനി ഒരു 2 ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ ടൈപ്പിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ചെറിയൊരു ഡിഫറൻറ്റ് വരുന്നതാണ് 2 ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു +∞, √(x6 + y -x³. അപ്പോൾ അവിടെ റൂട്ടിനകത്ത് കിടക്കുന്നത് ഈ √a - b പോലാണ് അല്ലെ. √a - b പോലെ വന്നാൽ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും
റൂട്ട് എ പ്ലസ് ബി കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. റൂട്ട് എ പ്ലസ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ് റൈസ് ടു 6 പ്ലസ് 5ഉം ബിയുടെ സ്ഥാനത്തോ എക്സ് ക്യൂബും ആണ് കിടക്കുന്നത്. അപ്പം റൂട്ട് എക്സ് റൈസ് ടു 6 പ്ലസ് 5 മൈനസ് എക്സ് ക്യൂബ് ആണ് കിടക്കുന്നത്. റൂട്ട് എക്സ് റൈസ് ടു 6 പ്ലസ് 5 പ്ലസ് എക്സ് ക്യൂബ് കൊണ്ട് താഴെയും മുകളിലും ഗുണിച്ചു. ഓക്കെ, അപ്പം മുകളിൽ കിടക്കുന്ന ടൈം എങ്ങനെയാണ് കിടക്കുന്നത്? മുകളിൽ കിടക്കുന്നത് റൂട്ട് എ മൈനസ് ബി ഇൻറ്റു റൂട്ട് എ പ്ലസ് ബി പോലാണ് മുകളിൽ കിടക്കുന്നത്. ഓക്കെ, അവിടെ നമുക്കൊരു റിസൾട്ട് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എന്താണ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് ആണ് അല്ലേ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് ആണ്. അപ്പം ഇവിടെ അതേപോലെ അല്ലേ, ഇവിടെ അതേപോലെയാണ്. എ സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ റൂട്ട് എക്സ് റൈസ് ടു 6 പ്ലസ് 5 അതിൻ്റെ സ്ക്വയർ വരും. മൈനസ് ബി സ്ക്വയർഡ് എന്ന് പറഞ്ഞാലോ എക്സ് ക്യൂബ് അതിൻ്റെ സ്ക്വയർ വരും. ഓക്കെ, റൂട്ടിന്റെ സ്ക്വയർ വന്നാൽ റൂട്ട് അങ്ങ് പോകും. ഓക്കെ, റൂട്ടിന്റെ സ്ക്വയർ വന്നാൽ എന്ത് പോകും? റൂട്ട് പോയിട്ട് എന്തേ ഉള്ളൂ? എക്സ് റൈസ് ടു 6 പ്ലസ് 5 ഉള്ളൂ. മൈനസ് എക്സ് ക്യൂബിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ പവറും കൂടെ ഗുണിച്ച് 3 × 2 6 എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഇതാ ഈ സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ഇതാ ഈ 6ഉം ഇതും ക്യാൻസൽ ആയിട്ട് ബാക്കി എത്ര വരും? 5 വരും. ന്യൂമറേറ്ററിൽ 5 വരും. ഡിനോമിനേറ്ററിലെ ടൈമിന് ഒരു മാറ്റമില്ല, അത് അതേപോലെ തന്നെ വരും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 5a ബൈ റൂട്ട് എക്സ് റൈസ് ടു 6 പ്ലസ് 5 പ്ലസ് എക്സ് ക്യൂബ് വരും. ഇനി ഇതിനെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയട്ടെ. റൂട്ട് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. ന്യൂമറേറ്ററിലെ 5നെ അതേപോലെ എഴുതുന്നു. ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്ത് എക്സ് റൈസ് ടു 6 പ്ലസ് 5 അത് നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത പോലെ റൂട്ടിനകത്തെ ഹയസ്റ്റ് പവറായി എക്സ് റൈസ് ടു 6നെ പുറത്തെടുക്കുന്നു. ആ എക്സ് റൈസ് ടു 6 കൊണ്ട് റൂട്ടിനകത്ത് കിടക്കുന്ന രണ്ട് ടേമിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് റൈസ് ടു 6/6 വരും പ്ലസ് 5 ബൈ എക്സ് റൈസ് ടു 6. ഇത് ഇത്ര റൂട്ടിനകത്ത് വരും. റൂട്ടിന്റെ പുറത്ത് ആര് കിടപ്പുണ്ട്? എക്സ് ക്യൂബ് കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? അടുത്ത സ്റ്റെപ്പ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി. ന്യൂമറേറ്ററിൽ 5 ഉണ്ട്. ഡിനോമിനേറ്ററിൽ ഇതാ ഈ എക്സ് റൈസ് ടു 6 ഇല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പുറത്തെടുക്കുന്നു. അപ്പം റൂട്ട് എക്സ് റൈസ് ടു 6നെ പുറത്തെടുക്കാൻ വേണ്ടി എക്സ് റൈസ് ടു 6നെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എക്സ് ക്യൂബിന്റെ സ്ക്വയർ എന്നാണ് എഴുതുന്നത് അല്ലെ. എക്സ് ക്യൂബിന്റെ സ്ക്വയർ അല്ലേ എക്സ് റൈസ് ടു 6. 3 × 2 6. അപ്പൊ റൂട്ടിനകത്ത് സ്ക്വയർ വന്നാൽ അത് റൂട്ടിന്റെ പുറത്തെടുക്കുമ്പോൾ റൂട്ട് ഇല്ലാതെ എഴുതുമ്പോൾ എക്സ് ക്യൂബ് എഴുതിയാൽ മതി, സ്ക്വയർ അങ്ങ് പോകും. ഓക്കെ, അപ്പം ഈ എക്സ് റൈസ് ടു 6നെ റൂട്ടിന്റെ പുറത്തെടുക്കുമ്പോൾ എന്താവും? എക്സ് ക്യൂബ് ആവും. ബാക്കി റൂട്ടിനകത്ത് എന്തുണ്ട്? എക്സ് ക്യൂബും ക്യാൻസൽ ആയാൽ 1 വരും. പ്ലസ് എന്ത് വരും? 5a ബൈ എക്സ് റൈസ് ടു 6 ഉണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ടൈം എക്സ് ക്യൂബ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു എക്സ് ക്യൂബ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ താഴെ മുകളിലും എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം മൊത്തത്തിൽ എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി. മുകളിലെ 5നെ എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് 5 ബൈ എക്സ് ക്യൂബ് വരും. ആദ്യത്തെ ടൈം ദാ ഇതല്ലേ, ഇതിനെ എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് ക്യൂബ് അങ്ങ് ക്യാൻസൽ ആയിപ്പോയിട്ട് 1 പ്ലസ് 5a ബൈ എക്സ് റൈസ് ടു 6 വരും. രണ്ടാമത്തെ ടൈം എക്സ് ക്യൂബ് അല്ലേ, അതിനെ എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് അവിടെ 1 ആവും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ന്യൂമറേറ്ററിൽ ലിമിറ്റ് കൊടുത്താൽ 5/x³ ലിമിറ്റ് കൊടുക്കുമ്പോൾ 5 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 1/x³ വരും. ന്യൂമറേറ്ററിൽ കൊടുക്കുന്നു. ഡിനോമിനേറ്റർ കൊടുത്താലോ നമ്മൾ ഒറ്റ ഒരു റൂട്ടിനകത്താക്കുന്നു. ആദ്യത്തെ ഒറ്റ റൂട്ടിനകത്താക്കുമ്പോൾ ആദ്യത്തെ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 1 എന്ന് വരും. ഓക്കെ, അടുത്ത ടൈമോ? അടുത്ത ടൈം 5 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x റൈസ് ടു 6 വരും. ഓക്കെ ആണോ? അടുത്തത് എന്താണ്? 1 ആണ്. 1ന്റെ ലിമിറ്റ് എങ്ങനെ എഴുതാം? പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 1 വരും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇതിന്റെ ലിമിറ്റ് എത്ര? 1/x³ ലിമിറ്റ് 0 ആണ് അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ 5 ഇൻറ്റു 0 വരും. ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്ത് ഇത് 1 അല്ലേ, 1ന്റെ ലിമിറ്റ് 1 തന്നെയാണ്. 1 പ്ലസ് അടുത്തതും 5 ഇൻറ്റു 0 വരും. ഓക്കെ, പ്ലസ് റൂട്ടിന് വെളിയിൽ 1 ആണ്, അതിന്റെ ലിമിറ്റ് 0 ആവും. 5 ഇൻറ്റു 0 0 അല്ലേ, 0/√1 1 ആണ്. 1 + 1 2 വരും. 0/2 0 എനി നമ്പർ ലിമിറ്റ് എത്ര വരും? 0 വരും. ഓക്കെ ആണല്ലോ. അപ്പം അതിന്റെ റിസൾട്ട് 0 വന്നു. അപ്പം ഈ ഒരു ഫോർമുലയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ തന്നെ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി റൂട്ട് എക്സ് റൈസ് ടു 6a പ്ലസ് 5x³ മൈനസ് x³ ആണ്. റൂട്ട് എ മൈനസ് ബി പോലാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് എ പ്ലസ് ബി കൊണ്ട് താഴെയും മൾട്ടിപ്ലൈ ചെയ്തു, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം റൂട്ട് എക്സ് റൈസ് ടു 6a പ്ലസ് 5x³ പ്ലസ് x³ മുകളിലും വന്നു.
അതേ ടേം തന്നെ താഴെയും വന്നു. അപ്പം ഇവിടെ മുകളിൽ കിടക്കുന്ന ടേം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി പോലാണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി വന്നാൽ അതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? ഐഡന്റിറ്റി എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് എന്ന് എഴുതും. ഇവിടെ എ സ്ക്വയർഡ് ആരാ? ഇവിടെ എ സ്ക്വയർഡിന്റെ സ്ഥാനത്ത് എക്സ് റൈസ് ടു 6 പ്ലസ് 5x³ അതിന്റെ സ്ക്വയർ വരും. മൈനസ് ബി സ്ക്വയറിന്റെ സ്ഥാനത്തോ എക്സ് ക്യൂബിന്റെ സ്ക്വയർ വരും. ഓക്കെ, റൂട്ടിന്റെ സ്ക്വയർ വരും. റൂട്ട് അങ്ങ് പോയിട്ട് എത്ര വരും? എക്സ് റൈസ് ടു 6 പ്ലസ് 5x³ വരും. മൈനസ് എക്സ് ക്യൂബിന്റെ സ്ക്വയർ ആണ് 3 × 2 എത്ര വരും? 6 വരും. അതാണ് ഇതാ ഈ ന്യൂമറേറ്ററിന്റെ സ്റ്റെപ്പ്. ഡിനോമിനേറ്റർ അത് തന്നെ വരും. എക്സ് ക്യൂബും ക്യാൻസൽ ആയിട്ട് ന്യൂമറേറ്ററിൽ 5x³ വരും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരും? അടുത്ത സ്റ്റെപ്പ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ന്യൂമറേറ്ററിൽ 5x³ വരും. ഡിനോമിനേറ്ററിൽ റൂട്ട് ഓഫ് എക്സ് റൈസ് ടു 6 പ്ലസ് 5x³ വരും. പ്ലസ് എന്ത് കിടപ്പുണ്ട്? x³ ഉണ്ട്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ത് കൊടുക്കണം? അടുത്ത സ്റ്റെപ്പ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി വരും അല്ലെ. എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ന്യൂമറേറ്റർ കിടക്കുന്ന 5x³ അതേപോലെ എടുക്കുന്നു. ഡിനോമിനേറ്റർ കിടക്കുന്ന ഈ റൂട്ടിനകത്തുനിന്ന് ഏത് പുറത്തെടുക്കുന്നു? എക്സ് റൈസ് ടു 6. അപ്പൊ റൂട്ടിനകത്തുനിന്ന് എക്സ് റൈസ് ടു 6 പുറത്തെടുക്കുന്നു. ആ എക്സ് റൈസ് ടു 6 കൊണ്ട് രണ്ട് ടേമിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്തൊരു? എക്സ് റൈസ് ടു 6 ബൈ എക്സ് റൈസ് ടു 6 വരും. അടുത്ത ടേമോ? അടുത്ത ടേം 5x³ ബൈ എക്സ് റൈസ് ടു 6 ഉണ്ട്. ശരിയാണോ? പ്ലസ് എന്ത് വരും? പ്ലസ് x³ അതേപോലെ തന്നെ വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി വരും. ന്യൂമറേറ്ററിൽ 5x³ അതേപോലെ കിടപ്പുണ്ട്. ഡിനോമിനേറ്ററിൽ ദാ ഈ എക്സ് റൈസ് ടു 6 അത് റൂട്ടിന്റെ വെളി വരുമ്പോൾ എങ്ങനെയോ നമ്മൾ തൊട്ട് മുമ്പേ കണ്ടതാണ്. എക്സ് റൈസ് ടു 6നെ നമ്മൾ x³ സ്ക്വയർ എന്നാണ് എഴുതുന്നത്. അപ്പൊ അത് റൂട്ടിനകത്താകുമ്പോൾ x³ സ്ക്വയർ റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ x³ എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഈ x³ എന്ത് ചെയ്തു? റൂട്ടിന്റെ പുറത്ത് വന്നു. x³ ഇൻറ്റു റൂട്ടിനകത്ത് ഈ x³ ക്യാൻസൽ ആകുമ്പോൾ 1 വരുന്നു. ഇവിടെ 5x³ ബൈ എക്സ് റൈസ് ടു 6 ആണ് അല്ലെ. അപ്പം ഒരു x³ ക്യാൻസൽ ആയിട്ട് അവിടെ എത്ര വരും? 5a ബൈ x³ വരും. ഇത് മനസ്സിലായോ? ക്യാൻസൽ ചെയ്ത് എങ്ങനെയാണെന്ന്? ഇതാ ഇങ്ങനെയാണ്. x³ ബൈ എക്സ് റൈസ് ടു 6 നമ്മുടെ ഇതാ റിസൾട്ട് ഏതാ? എക്സ്പൊണന്റിന്റെ റിസൾട്ട് ഉണ്ടല്ലോ. a റൈസ് ടു m ബൈ a റൈസ് ടു n പോലെ വന്നാൽ നമ്മൾ എങ്ങനെ എഴുതും? a റൈസ് ടു m മൈനസ് n എന്ന് എഴുതും. ആ റിസൾട്ട് അനുസരിച്ച് എക്സ് റൈസ് ടു 3 - 6 3 - 6 -3 ആണ്. അപ്പൊ എക്സ് റൈസ് ടു -3 എന്ന് കൊടുത്തു. ഓക്കെ, എക്സ് റൈസ് ടു -3 നമുക്ക് താഴെ കൊണ്ടുവന്നിട്ട് 1/x³ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ 5/x³ വരും. പ്ലസ് റൂട്ടിന്റെ വെളിയിൽ ആര് കിടപ്പുണ്ട്? x³ ഉണ്ട്. നോക്കിയേ, മൊത്തത്തില് മുകളിലും x³ ഉണ്ട്, താഴെയും x³ ഉണ്ട്. എല്ലാ താഴെയും മുകളിലും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? x³ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? അതാണ് ഈ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പാണ് ഈ എഴുതിയത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി. മുകളിലത്തെ ടേമിനെ x³ കൊണ്ട് ഡിവൈഡ് അവിടെ 5 ആവും. താഴത്തെ ടേമിനെ x³ കൊണ്ട് ഡിവൈഡ് അതെന്താവും? റൂട്ട് ഓഫ് 1 പ്ലസ് 5/x³ വരും. ഈ ടേമിനെ x³ കൊണ്ട് ഡിവൈഡ് അവിടെ 1 ആവും. അതാണ് ഈ സ്റ്റെപ്പ് വന്നേക്കുന്നത്. ഓക്കെ, ഇടയ്ക്കുള്ള സിംപ്ലിഫിക്കേഷൻസ് ഒന്നും ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ ഈ നോട്ടിനകത്ത് കൊടുത്തില്ലെങ്കിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്യാം. ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ന്യൂമറേറ്ററിൽ 5 ആവും. ഓക്കെ, ഡിനോമിനേറ്ററിൽ റൂട്ട് ഒന്നിച്ചു കൊടുക്കുന്നു. ആദ്യത്തെ ടേമിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 1 വരും. ഓക്കെ, അടുത്ത ടേമിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ 5 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 1/x³ വരും. ഇത് ഇത്ര റൂട്ടിനകത്താണ് വരുന്നത്. ഓക്കെ, പ്ലസ് റൂട്ടിന്റെ വെളിയിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 1 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എങ്ങനെ എഴുതാം? ന്യൂമറേറ്റർ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 5 അല്ലേ. അതിന്റെ ലിമിറ്റ് റിസൾട്ട് അനുസരിച്ച് 5 വരും. റൂട്ടിനകത്ത് 1 അത് കോൺസ്റ്റന്റ്, അതിന്റെ ലിമിറ്റ് 1 ആവും. അടുത്തത് 1/x³ ലിമിറ്റ് 0 ആണ്. അപ്പൊ റൂട്ടിനകത്ത് 1 പ്ലസ് 5 ഇൻറ്റു 0 വരും. പ്ലസ് അടുത്തത് 1 ആണ്, അതിന്റെ ലിമിറ്റ് 1 വരും. ഓക്കെ, 5 ഇൻറ്റു 0 0 അല്ലേ. 0 പ്ലസ് 1 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടോട്ട് എഴുതാമേ 5a ബൈ റൂട്ട് 1 പ്ലസ് 1 വരും. റൂട്ട് 1 1 ആണ്, 1 പ്ലസ് 1 2 ആണ്. അപ്പൊ ഫൈനൽ റിസൾട്ട് എത്ര വരും? 5/8 വരും. ഓക്കെ, ഇതാണ് 4 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് റാഡിക്കൽ ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് കാണാനായിട്ട്. 4 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്ത് പഠിച്ചോണം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ടോപ്പിക് ഇതാണ്. എന്താണ്? എൻഡ് ബിഹേവിയർ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ എൻഡ് ബിഹേവിയർ പറയുമ്പോൾ നമ്മൾ f(x) = sin x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്താൽ അതിന്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ്.
ആ ഫംഗ്ഷന്റെ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി വരുന്ന കേസിലും എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, ഈ രണ്ട് കേസിലും ആ ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം ഫെയിൽ ആയിപ്പോ. കാരണം എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ അല്ല വിത്തൗട്ട് ബൗണ്ടിൽ. പക്ഷേ ആ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ -1നും +1നും ഇടയിലായിരിക്കും ലൈ ചെയ്യുന്നത്. നമുക്ക് അത് ഇൻക്രീസും ഡിക്രീസും കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസും ഡിക്രീസിങ് ആയിക്കൊണ്ടിരിക്കും. ആ ഫംഗ്ഷൻ നമുക്ക് ഇൻക്രീസിങ് ആണെന്നോ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് തുടങ്ങുക, ഇവിടുന്ന് തുടങ്ങി ഇൻക്രീസിങ് ആയി, പിന്നെ ഡിക്രീസിങ് ആയി, വീണ്ടും ഇൻക്രീസിങ് ആയി. അപ്പൊ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിക്കൊണ്ടേയിരിക്കും. -1നും +1നും ഇടയ്ക്ക് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങുമായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ആ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റിയിലോ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിയിലോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കത്തില്ല. ആ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ എൻഡ് ബിഹേവിയർ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഫെയിൽസ് ടു ഹാവ് ലിമിറ്റ്സ്. എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റിയിലോ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിയിലോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഫെയിൽ ആണ്. അതാണ് എൻഡ് ബിഹേവിയർ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പറയുന്നത്. ചെറിയൊരു ടോപ്പിക്ക് ഡെഫിനിഷനായിട്ട് പഠിച്ചോണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിന് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലിമിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.